Friends, welcome you all to another video of business regulation. Today we are going to discuss the remaining part or second part of Sale of Goods Act 1930. In this video we are going to discuss about condition, warranty, consequence of breach of condition, consequence of breach of warranty, when condition to be treated as warranty. എപ്പോഴാണ് condition നമ്മൾ warranty ആയിട്ട് treat ചെയ്യുക, express and implied conditions and warranties, ഡോക്ട്രിൻ ഓഫ് കൈവിയേറ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. കണ്ടീഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം എ അയാളുടെ കൗവിനെ ബിക്ക് വിൽക്കാൻ തീരുമാനിക്കാം. വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോവുകയാണ്. അപ്പം അന്നേരത്ത് എ ആ കൗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ റെപ്രസെൻറ്റേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടായിരിക്കും. അത് ആ കൗവിൻ്റെ പ്രൈസിനെ കുറിച്ചാവാം, അതിന് ഉള്ള ഏജ്, അതിൻ്റെ കളറ്, ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. എല്ലാം ആ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിനകത്ത് വന്നോളണമെന്നില്ല. ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ചില റെപ്രസെൻറ്റേഷനുകൾ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്തുള്ള പ്രൈസോ അല്ലെങ്കിൽ അതിൻ്റെ ഏജോ വെയിറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചിലപ്പോൾ ഒരു പ്രസക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വേണ്ടത്ര പ്രാധാന്യം അർഹിക്കുന്ന ആ കോൺട്രാക്റ്റ് ഓഫ് സെയിലിനകത്ത് വരുന്ന തരത്തിലുള്ള റെപ്രസെൻറ്റേഷനുകളെ, സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്താ പറയുക, ടേംസ് അല്ലെങ്കിൽ സ്റ്റിപ്പുലേഷൻ എന്ന് പറയാം. ദ റെപ്രസെൻറ്റേഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആർ കോൾഡ് ടേംസ് ഓർ സ്റ്റിപ്പുലേഷൻസ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിനകത്ത് ഒരുപാട് ടേംസും സ്റ്റിപ്പുലേഷൻസും വന്നിട്ടുണ്ടാവാം. ആ ടേംസും സ്റ്റിപ്പുലേഷൻസും എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് അല്ല ഉണ്ടാവുക. ചിലതിന് വളരെ കൂടുതൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും, ചിലതിന് അതിൻ്റെ താഴെ മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളെ, അതിൻ്റെ റൂട്ടായിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടീഷൻ എന്ന് പറയും. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആവുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്ന എ കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദി മെയിൻ പേർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ പ്രധാന പർപ്പസ് എന്താണോ അതിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിപ്പുലേഷൻ ആയിരിക്കും എന്ത്, കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്റ്റിപ്പുലേഷൻ നമ്മൾ പറഞ്ഞു, റെപ്രസെൻറ്റേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണന മാത്രമാണ് എന്ത്, സ്റ്റിപ്പുലേഷൻ. അത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടതിന് പ്രസക്തി ഉണ്ടാകുമ്പോഴാണ് അതിന് സ്റ്റിപ്പുലേഷൻ അല്ലെങ്കിൽ ടേം എന്ന പേരിൽ നമ്മൾ വിളിക്കുക. ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ് റൈസ് ടു എ റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റീപുഡിയേറ്റഡ്. ഈ ഒരു സ്റ്റിപ്പുലേഷനിൽ ഒരു ബ്രീച്ച് വരുത്തുകയാണെങ്കിൽ അവിടെ മറ്റേ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺട്രാക്റ്റ് റീപുഡിയേറ്റ് ചെയ്യുന്നതിന്, അതായത് ക്യാൻസൽ ചെയ്യുന്നത് വരെയൊക്കെയുള്ള റൈറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തുകയാണെങ്കിൽ മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കോൺട്രാക്റ്റ് റീപുഡിയേറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പം കണ്ടീഷൻ എന്ന് പറയുമ്പം ഒരു കോൺട്രാക്റ്റിൻ്റെ റൂട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. If a condition is broken, the buyer has the right to terminate the contract and refuse the goods. അതിലൊരു ബ്രീച്ച് വരികയാണെങ്കിൽ ബയർക്ക് അത് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഗുഡ്സ് നിരസിക്കാൻ, റെഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇഫ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്, ഹി ക്യാൻ റിക്കവർ ദ പ്രൈസ്. നേരത്തെ പ്രൈസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് മൊത്തത്തിൽ റിക്കവർ ചെയ്യാനുള്ള റൈറ്റും നമ്മുടെ ബയർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ദെൻ വാറണ്ടി. സെക്ഷൻ 12 സബ്സെക്ഷൻ 3 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ ടു ദി മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസിന് കൊളാട്രലായിട്ട് വരുന്ന സ്റ്റിപ്പുലേഷനാണ് എന്ത്, വാറണ്ടി എന്ന് പറയുന്നത്. മെയിൻ പർപ്പസിന് എസെൻഷ്യൽ ആയിട്ടുള്ളതായിരുന്നു കണ്ടീഷൻ. ഇത് കൊളാട്രൽ അനുബന്ധമായിട്ട് വരുന്ന, അതായത് സെക്കൻഡ് അതിൻ്റെ താഴെ ലെവലിൽ മാത്രമായിട്ട് വരുന്ന ഒരു സ്റ്റിപ്പുലേഷനാണ് എന്ത്, വാറണ്ടി എന്ന് പറയുന്നത്. ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ് റൈസ് ടു എ ക്ലെയിം ഫോർ ഡാമേജസ്. ഇതിൽ ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ബട്ട് നോട്ട് ടു എ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റീപുഡിയേറ്റഡ്. ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനോ കോൺട്രാക്ട് റീപുഡിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഈ വാറണ്ടിയുടെ ഒരു ബ്രീച്ച് മൂലം ബയ്യർക്ക് കിട്ടുകയുള്ളൂ. വാറണ്ടി ഈസ് നോട്ട് ഓഫ് സച്ച് വൈറ്റൽ ഇമ്പോർട്ടൻസ് ആസ് കണ്ടീഷൻ. കണ്ടീഷൻ്റെ അത്രയ്ക്ക് പ്രാധാന്യം ഇല്ലാത്ത ഒന്നാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് എടുത്ത് പറയാന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് നോട്ട് എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ മെയിൻ പർപ്പസിന്
അത്ര എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നല്ല, അല്ലാത്തൊരു സ്റ്റിപ്പുലേഷനെയാണ് നമ്മൾ വാറണ്ടി എന്ന് പറയുക. എസെൻഷ്യൽ ആയിട്ടുള്ളതിനെ നമുക്ക് കണ്ടീഷൻ എന്ന് പറയാം. ഇഫ് ദർ ഈസ് എ ബ്രീച്ച് ഓഫ് വാറണ്ടി, വാറണ്ടിയിൽ ഒരു ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ ദ അഗ്രീവ്ഡ് പാർട്ടി മീൻസ് ബയർ ആയിരിക്കും, ക്യാൻ ഓൺലി ക്ലെയിം ഡാമേജസ്, ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ, ആൻഡ് നോ റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് റീപുഡിയേറ്റഡ്. Then difference between conditions and warranty. Condition warranty നമ്മൾ differences എന്തൊക്കെയാണെന്ന് നോക്കാം. Condition is a stipulation which is essential to the main purpose of contract. രണ്ടിൻ്റെയും ഡെഫിനേഷൻ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ, ഒന്നുകൂടെ പറയുന്നു മാത്രം. കണ്ടീഷൻ എന്ന് പറയുമ്പം കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിപ്പുലേഷൻ ആയിരിക്കും. വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് കൊളാട്രൽ ഓർ സബ്സിഡിയറി, അനുബന്ധമായിട്ട് രണ്ടാം മാത്രമുള്ള സ്റ്റിപ്പുലേഷൻ ആയിരിക്കും വാറണ്ടി എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രാധാന്യം എങ്ങനെ നോക്കാം. കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ടു ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കണ്ടീഷൻ. ആൻഡ് നോൺ പെർഫോമൻസ് മേ ബി കൺസിഡേർഡ് ആസ് ഫെയിലിയർ ടു പെർഫോം ദ കോൺട്രാക്ട്. അതിൻ്റെ നോൺ പെർഫോമൻസ്, അതായത് ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് തന്നെ പരാജയപ്പെട്ട പോലെയാണ് നമ്മൾ കരുതുക. വേറസ് വാറണ്ടി ഈസ് നോട്ട് സോ എസെൻഷ്യൽ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് എ ഫെയിലിയർ ടു പെർഫോം ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഫെയിലിയർ ടു പെർഫോം ദ കോൺട്രാക്ട്. അത് പെർഫോം ചെയ്യുന്നതിൽ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസിൻ്റെ ഫെയിലിയർ ആയിട്ടും നമ്മൾ കരുതില്ല. റൈറ്റ് ഓഫ് എഗ്രീവ്ഡ് പാർട്ടി ആൻഡ് ബ്രീച്ച് വരുത്തുമ്പോൾ അഗ്രീവ്ഡ് പാർട്ടിയുടെ റൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. A breach of condition gives a right to aggrieved party to repudiate the contract and also to claim damages. Repudiate ചെയ്യാം, കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യാം, അതേസമയം തന്നെ ഡാമേജ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ബ്രീച്ച് ഓഫ് വാറണ്ടി ആണെങ്കിലോ ദ അഗ്രീവ്ഡ് പാർട്ടി ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് ഓൺലി. ഡാമേജ് ക്ലെയിം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്രീച്ച്. എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ മേ അണ്ടർ സർട്ടൺ സർക്കംസ്റ്റൻസ് ബി ട്രീറ്റഡ് ആസ് വാറണ്ടി. ഈ കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് നമ്മുടെ ബയ്യറുടെ അഗ്രീവ്ഡ് പാർട്ടിയുടെ താല്പര്യപ്രകാരം അത് ജസ്റ്റ് ഒരു വാറണ്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു വാറണ്ടിയുടെ പ്രാധാന്യം മാത്രം കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഡാമേജ് ക്ലെയിം ചെയ്യുന്ന ലെവലിലേക്ക് മാത്രം ആക്കി നിർത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ ബയ്യർ മേ ചൂസ് ടു റീറ്റൈൻ ദ ഗുഡ്സ് ആൻഡ് ടു ക്ലെയിം ഡാമേജസ് ഓൺലി. അതായത് ഗുഡ്സ് തിരിച്ചു കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നൊന്നുമില്ല, ബയ്യർ അവർ ഡാമേജ് ക്ലെയിം ചെയ്യാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെ വാറണ്ടിയുടെ ലെവലിലേക്കാക്കി മാറ്റാൻ പറ്റും. വേറാസ് ദ ബ്രീച്ച് ഓഫ് വാറണ്ടി കനോട്ട് ബി ട്രീറ്റഡ് ആസ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. വാറണ്ടിയിലൊരു ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത പോലത്തെ ഒരു ലെവലിലേക്ക് മാറ്റാൻ പറ്റില്ല. ദെൻ കോൺസിക്വൻസസ് ഓഫ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? നമ്മളിതിനകത്തിലൂടെ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് റീപുഡിയേഷൻ ഓഫ് കോൺട്രാക്ട്. ഇഫ് എ കണ്ടീഷൻ ഈസ് ബ്രോക്കൺ the affected party may repudiate the contract and reject the goods. ആ കോൺട്രാക്ട് റീപുഡിയേറ്റ് ചെയ്യോ ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യോ ചെയ്തേക്കാം. കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള അനന്തര ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ കോൺട്രാക്ട് റീപുഡിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ. ക്ലെയിം ഡാമേജസ്. ദ അഫക്റ്റഡ് പാർട്ടി മേ ഓൾസോ ക്ലെയിം ഡാമേജസ് ക്ലെയിം ചെയ്യാം, മോണിറ്ററി കോമ്പൻസേഷൻ ആവശ്യപ്പെടാവുന്നതാണ്. ദെൻ ട്രീറ്റ് ദ കണ്ടീഷൻ ആസ് വാറണ്ടി ആൻഡ് ക്ലെയിം ഡാമേജസ്. ആ ഒരു കണ്ടീഷനെ വാറണ്ടി ആക്കി കരുതിയിട്ട് ജസ്റ്റ് ഡാമേജ് മാത്രം ക്ലെയിം ചെയ്യലും ആവാം. ദ അഫക്റ്റഡ് പാർട്ടി ഇഫ് ഹി തിങ്സ് ഇറ്റ് പ്രോപ്പർ, ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മേ ട്രീറ്റ് ദ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആസ് ബ്രീച്ച് ഓഫ് വാറണ്ടി. കണ്ടീഷൻ്റെ ബ്രീച്ചിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വാറണ്ടിയുടെ ബ്രീച്ചായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇൻ ദിസ് കേസ് ഹി കനോട്ട് അവോയ്ഡ് ദ കോൺട്രാക്ട്. അപ്പം അന്നേരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹീ ഈസ് എൻടൈറ്റിൽഡ് ടു റിക്കവർ ഡാമേജസ് ഓൺലി. ഡാമേജസ് മാത്രമേ റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് അവകാശം ഉണ്ടായിരിക്കുള്ളൂ. നോ റെമഡി വെൻ ദ സെല്ലർ ഈസ് എക്സ്ക്യൂസ്ഡ് ബൈ ലോ. നോ റെമഡി ഈസ് അവൈലബിൾ വെൻ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ ഈസ് എക്സ്ക്യൂസ്ഡ് ബൈ ലോ ബൈ റീസൺ ഓഫ് ഇമ്പോസിബിലിറ്റി ഓർ അതർവൈസ്. ഇമ്പോസിബിലിറ്റി മൂലം, അതായത് നടപ്പിലാക്കാൻ സാധ്യമല്ലാത്തൊരു സിറ്റുവേഷൻ മൂലം, അങ്ങനെയൊക്കെ ആയിത്തീരുന്ന മൂലം, മറ്റെന്തെങ്കിലും കാരണത്താൽ നിയമം മൂലം ഈ ഒരു കണ്ടീഷൻ്റെ ഫുൾഫിൽമെൻറ്റിൽ ഒരു എക്സ്ക്യൂസ് കിട്ടുകയാണെങ്കിൽ, സെല്ലർക്ക് ഒരു എക്സ്ക്യൂസ് കിട്ടുകയാണെങ്കിൽ, നടപ്പിലാക്കേണ്ട ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് വേറെ റെമഡി ഒന്നും ഇല്ല. ദെൻ കോൺസിക്വൻസ് ഓഫ് ബ്രീച്ച് ഓഫ് വാറണ്ടി. വാറണ്ടി ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? നോട്ട് എ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. ഗീവ്സ് റൈറ്റ് ടു ക്ലെയിം ഫോർ ഡാമേജസ് ബട്ട് നോട്ട് റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ്.
ആൻഡ് ട്രീറ്റ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ആസ് റീപുഡിയേറ്റഡ്. ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനോ അത് റീപുഡിയേറ്റ് ചെയ്തതായിട്ട് കരുതാനൊന്നും പറ്റില്ല. ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. ക്ലെയിം ഫോർ ഡാമേജസ്. ഡാമേജ് ക്ലെയിം ചെയ്യാം. ബയർ മേ സ്യൂ ദി സെല്ലർ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. നോ റെമഡി ഡ്യൂ ടു ലോ. നിയമം മൂലം വല്ല പ്രശ്നം ഉണ്ടാകും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ റെമഡി ഈസ് അവൈലബിൾ ഇഫ് ദ ഫുൾഫിൽമെന്റ് ഓഫ് വാറണ്ടി ബിക്കംസ് ഇമ്പോസിബിൾ ബൈ എനി ലോ ഓർ അതർവൈസ്. മറ്റെന്തെങ്കിലും കാരണം മൂലം അല്ലെങ്കിൽ നിയമം മൂലമൊക്കെ നമുക്ക് അതിൻ്റെ ഒരു വാറണ്ടിയുടെ ഫുൾഫിൽമെന്റ് ഇമ്പോസിബിൾ ആയി തീരുകയാണെങ്കിൽ അവിടെ വേറെ റെമഡിയൊന്നും ഇല്ല. വെൻ കണ്ടീഷൻ ടു ബി ട്രീറ്റഡ് ആസ് വാറണ്ടി. എപ്പോഴൊക്കെയാണ് ഒരു കണ്ടീഷനെ നമ്മൾ വാറണ്ടി ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്ത് വെക്കുക? In the following circumstances, a breach of condition may be treated as breach of warranty. On the voluntary sale may be subject to a condition to be fulfilled by the seller. Seller fulfill ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻസിന് വിധേയമാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. The buyer may waive the condition voluntarily. ബയർക്ക് വേണമെങ്കിൽ സ്വമേധയാ ആ ഒരു കണ്ടീഷൻ വേണ്ടാന്ന് വെക്കാം, ഒഴിവാക്കാം. അതിന് വേവ് ചെയ്യുക എന്ന് പറയുന്നത് വിടുതൽ ചെയ്യാം. The waiver may either express or implied. അത് എക്സ്പ്രസ് ഫോമിലാവാം, ഇംപ്ലൈഡ് ഫോമിൽ എങ്ങനെ വേണമെങ്കിലും ആവാം. However, once the buyer waives any condition, ഏതെങ്കിലും ഒരു കണ്ടീഷൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ he is not entitled to insist on its fulfillment. പിന്നെ അത് നടന്നു കിട്ടണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാനോ മറ്റുള്ള അവകാശം അയാൾക്ക് ഉണ്ടായിരിക്കില്ല. ഒരു കണ്ടീഷനെ വേണ്ടാന്ന് വെക്കുന്ന രീതി. ദെൻ ഓപ്ഷൻ. ഓപ്ഷൻ നമ്മളിപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദ ബയർ ഹാസ് ആൻ ഓപ്ഷൻ ടു ട്രീറ്റ് ദ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആസ് ബ്രീച്ച് ഓഫ് വാറണ്ടി. കണ്ടീഷൻ്റെ ബ്രീച്ച് നടക്കുമ്പോൾ അത് ജസ്റ്റ് വാറണ്ടിയുടെ ബ്രീച്ചാക്കി മാറ്റി കരുതാനുള്ള ഒരു ഓപ്ഷൻ ആർക്കുണ്ട്? ബയർക്കുണ്ട്. അങ്ങനെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ദെൻ കോൺട്രാക്ട് നോട്ട് സിവറബിൾ. നമ്മുടെ കോൺട്രാക്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കോൺട്രാക്റ്റ് ആവാം. എന്നാലോ ബയർ അതിൽ ഏതാനും ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലൊരു ഭാഗം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ദ ബ്രീച്ച് ഓഫ് എനി കണ്ടീഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ബ്രീച്ച് ഓഫ് വാറണ്ടി. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ കണ്ടീഷൻ്റെ ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാലും അതൊരു വാറണ്ടിയുടെ ബ്രീച്ചായിട്ട് മാത്രമേ കരുതാൻ പറ്റുള്ളൂ. എന്നാൽ കാരണമൊന്നുമല്ല, ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഉപയോഗിച്ച് പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എഗ്രീസ് ടു ബൈ ഫ്രം വൈ. വൈൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. 20 ബെയിൽ ഓഫ് കോട്ടൺ സാമ്പിളായിട്ട് 20 കെട്ട് കോട്ടൺ വാങ്ങിക്കുകയാണ്. അപ്പം എക്സിന് കോട്ടൺ 20 കെട്ട് കോട്ടൺ സപ്ലൈ ചെയ്തു. എക്സ് അതിൻ്റെ പൈസ അടക്കുകയും ചെയ്തു. പിന്നീടാണ് എക്സ് തിരിച്ചറിയുന്നത് ഇത് സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന അതേ സാമ്പിളായിട്ട് കൊടുത്തതിൻ്റെ അതേ മോഡലിലല്ല സാധനം കിട്ടിയിരിക്കുന്നതെന്ന്. പക്ഷെ അപ്പോഴേക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 കെട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്, 1 കെട്ട് വിറ്റിട്ടുമുണ്ട്. പിന്നെ ആ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് മാത്രം കൂട്ടി ഡാമേജ് ക്ലെയിം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ആ കോൺട്രാക്ട് നമുക്ക് അതിനെ നമുക്ക് സെപ്പറേറ്റ് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. Express conditions and warranties are those which are entered in clear words in the contract. കോൺട്രാക്റ്റിനകത്ത് വ്യക്തമായ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസും വാറണ്ടീസുമാണ് എക്സ്പ്രസ് കണ്ടീഷൻസ് വാറണ്ടീസ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് കണ്ടീഷൻസ് വാറണ്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ഓഫ് ലോ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റം രീതി അനുസരിച്ച് അല്ലെങ്കിൽ യൂസേജ് ഓഫ് ട്രേഡ് മൂലമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടീഷൻസും വാറണ്ടീസുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലൈഡ് എന്ന് പറയുന്നത്. Implied conditions and warranties are those which are attached into the contract by operation of law or customs unless the parties agree to the contrary. ഇതിനകത്ത് നമുക്ക് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. ടൈറ്റിലുമായി ബന്ധപ്പെട്ടത്. കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് ദ ഫസ്റ്റ് ഇംപ്ലൈഡ് കണ്ടീഷൻ ഇൻ ദ പാർട്ട് ഓഫ് ദ സെല്ലർ ഈസ് ദാറ്റ്. സെല്ലറുടെ ഭാഗത്തു നിന്നുള്ള ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് പ്രത്യേകം എടുത്തു പറയേണ്ട, അതുപോലെ എക്സ്പ്രസ്ലി കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. യഥാർത്ഥ ഓണർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഗുഡ്സ് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ ഫസ്റ്റ് ഇംപ്ലൈഡ് കണ്ടീഷൻ ഇൻ ദ പാർട്ട് ഓഫ് ദ സെല്ലർ ഈസ് ദാറ്റ്. സെല്ലറുടെ ഭാഗത്തു നിന്നുള്ള ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് സെയിൽ, സെയിലിൻ്റെ കേസിലാണെങ്കിൽ ഹി ഹാസ് എ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. ഗുഡ്സ് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടാവണം. ആൻഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ, എഗ്രിമെൻറ്റ് ടു സെൽ. അതായത് ഫ്യൂച്ചറിലാണ് സെയിൽസ് നടക്കുക, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യലൊക്കെ ഫ്യൂച്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിലോ
he will have a right to sell the goods at the time when the property is to pass. ആ പ്രോപ്പർട്ടി പാസ് ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സ് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് അയാൾക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇഫ് ദ ടൈറ്റിൽ ഓഫ് ദ സെല്ലർ ടേൺസ് ഔട്ട് ടു ബി ഡിഫക്റ്റീവ്, സെല്ലറുടെ ടൈറ്റിലിൻ്റെ കാര്യത്തിൽ ഒരു ഡിഫക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടീഷൻ ബ്രേക്ക് ചെയ്ത പോലെ തന്നെ, ബ്രീച്ച് ചെയ്ത പോലെ തന്നെയാണ് കരുതുക. അവിടെ ഇംപ്ലൈഡ് ആണ്, പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത പോലെ തന്നെയാണ് കരുതുക. അതുകൊണ്ട് തന്നെ ദ ബയർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ക്യാൻ. ഫോർ എക്സാമ്പിൾ, എ ബീൻ്റെ അടുത്ത് ഒരു മോട്ടോർ കാർ വാങ്ങിക്കുന്നു. എ അത് കുറച്ച് കാലം, ഒരു 3-4 മാസം അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ബി അതിൻ്റെ യഥാർത്ഥ ഓണറല്ല, ബി അത് സിയുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചതാണെന്നുള്ളത്. അങ്ങനെ അത് അറിഞ്ഞതിന് ശേഷം എ ആ ഒരു കാറ് സിക്ക് കൊടുക്കാൻ നിർബന്ധിതനാവുന്നു, അത് കൈമാറുന്നു. അപ്പം അതിന് ശേഷം എക്ക് ഈ ഒരു എമൗണ്ട് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു മോട്ടോർ കാറിൻ്റെ പ്രൈസ് തന്നെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. അത് 3-4 മാസം ഉപയോഗിച്ചു എന്നുള്ളതൊന്നും വിഷയമല്ല, ഫുൾ എമൗണ്ടും റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ എക്കുണ്ട്. കാരണം അവിടെ ടൈറ്റിൽ എന്നുള്ള ആ ഒരു കണ്ടീഷൻ, ഇംപ്ലൈഡ് കണ്ടീഷൻ ബ്രീച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ദെൻ കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കണം, അതുപോലത്തെ ഗുഡ്സ് തന്നെ ആയിരിക്കണം നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. വേർ ദർ ഈസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ, ദർ ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ്സ് ഷാൾ കറസ്പോണ്ട് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ. ഗുഡ്സ് ആ ഡിസ്ക്രിപ്ഷന് കറസ്പോണ്ട് ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ അയാളുടെ സൈക്കിൾ സെല്ല് ചെയ്യണം. ബി അങ്ങനെ ഒരു സൈക്കിൾ വാങ്ങാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ബീൻ്റെ അടുത്ത് ഈ സൈക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതൊരു പുതിയ സൈക്കിളാണ്. ബി ഇവിടെ ഈ ഒരു സൈക്കിൾ കാണുന്നില്ല, അല്ലാതെ തന്നെ പറയുകയാണ് ഈ ഒരു സൈക്കിൾ പുതിയ സൈക്കിളാണ്, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്താണെന്നൊക്കെ പറയുന്നു. ബി അത് എഗ്രി ചെയ്യുന്നു. എന്നിട്ട് ഡെലിവറിയുടെ സമയത്താണ് ബി കാണുന്നത് അത് പഴയ സൈക്കിളാണ്, മറ്റൊരു കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്തതാണ്. അപ്പോൾ അന്നേരത്തെ ബിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു കോൺട്രാക്റ്റ് റീപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്, അത് റിജക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്, ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ആവണം എന്ന് പറയുന്ന ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ബ്രീച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ദെൻ കണ്ടീഷൻ ആസ് ടു സാമ്പിൾ, നമ്മൾ ചിലപ്പം സാമ്പിൾ കൊടുത്തിട്ട് ആ സാമ്പിൾ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിന് ശേഷം ഓർഡർ ചെയ്യുന്നതാവാം അല്ലേ. ഇഫ് ദ ഗുഡ്സ് ആർ സപ്ലൈഡ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ അക്കോർഡിംഗ് ടു സാമ്പിൾ എഗ്രീഡ് അപ്പോൺ, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മുടെ ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ ബൾക്ക് ഓഫ് ഗുഡ്സ് സപ്ലൈ ഷാൾ ബി സിമിലർ ടു ദി ക്വാളിറ്റി ഓഫ് ദ സാമ്പിൾ. നമ്മൾ പിന്നീട് ബൾക്കായിട്ട് ആദ്യം സാമ്പിൾ കൊടുത്തു, പിന്നീട് നമ്മൾ ഒന്നിച്ച് സപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ഒന്നിച്ച് സപ്ലൈ ചെയ്യുന്ന ആ ഗുഡ്സ് തീർച്ചയായിട്ടും ഏത് ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണം, ആ സാമ്പിളിൻ്റെ അതേ ക്വാളിറ്റിയുള്ള സാധനം തന്നെ ആയിരിക്കണം. ദാറ്റ് ദ ബയർ ഷാൾ ഹാവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കമ്പയറിങ് ദ ബൾക്ക് വിത്ത് സാമ്പിൾ. ആ ബൾക്കായിട്ട് അയക്കുന്നതും സാമ്പിളും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള റീസണബിൾ ഓപ്പർച്യൂണിറ്റി ബയർക്കുണ്ട്. ദെൻ ദാറ്റ് ദ ഗുഡ് ഷാൾ ബി ഫ്രീ ഫ്രം എനി ലാറ്റൻറ്റ്, ഇൻവിസിബിൾ ഓർ അൺഡിസ്കവറബിൾ ഡിഫക്റ്റ് വിച്ച് മേക്ക് ദ ഗുഡ്സ് അൺഫിറ്റ് ഫോർ ട്രേഡിംഗ് പർപ്പസ്. ട്രേഡിംഗ് പർപ്പസിന് അൺഫിറ്റ് ആക്കുന്ന വിധത്തിൽ ഗുഡ്സിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, നമ്മളെ ലേറ്റൻറ്റ് മീൻസ് മറഞ്ഞു കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന എന്നൊക്കെയാണ്. ഇൻവിസിബിൾ ആയിട്ടുള്ള, അൺഡിസ്കവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നെല്ലാം ഗുഡ്സ് ഫ്രീ ആയിരിക്കണം. അപ്പോൾ ഇത്രയും ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ സാമ്പിളിൻ്റെ കേസിലുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് ബ്രീച്ച് വരികയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് ആ പാർട്ടിക്ക് റീപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സാമ്പിളിനനുസരിച്ച് ആവണം എന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ദെൻ കണ്ടീഷൻ ഇൻ എ സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ സെയിൽ നടത്തുന്നത് സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ അടിസ്ഥാനത്തിലും രണ്ടും വെച്ചിട്ടാണ് എങ്കിൽ, അതായത് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അത് കണ്ടിട്ടും അതുപോലെ സാമ്പിൾ ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവിടെ മറ്റേ പാർട്ടി സാധനം ഓർഡർ ചെയ്യുന്നതും നമ്മൾ സപ്ലൈ ചെയ്യുന്നതും എങ്കിൽ അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ദ ബൾക്ക് ഓഫ് ഗുഡ്സ് ഷാൾ കറസ്പോണ്ട് ബോത്ത് വിത്ത് ദ സാമ്പിൾ ആൻഡ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ബൾക്ക് ഓഫ് ഗുഡ്സ് സാമ്പിളിനനുസരിച്ചും ആയിരിക്കണം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണോ അതനുസരിച്ചും തന്നെ ആയിരിക്കണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, ദ ബയർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിജക്ട് ദ ഗുഡ്സ്. ദ ബൾക്ക് ഓഫ് ദ ഗുഡ്സ് മസ്റ്റ് ബി കറസ്പോണ്ട് വിത്ത് ബോത്ത്. ദെൻ കണ്ടീഷൻ ആസ് ടു മർച്ചൻറ്റബിലിറ്റി. When the goods are bought by description, there is an implied condition that the goods are of merchantable quality. നമ്മൾ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ അതിന് മർച്ചൻറ്റബിൾ ക്വാളിറ്റി, അതായത് വിൽപ്പനക്കുള്ളൊരു ക്വാളിറ്റിയും കൂടെ അതിനുണ്ടായിരിക്കണം എന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ട്. എ വാച്ച് ദാറ്റ് വിൽ നോട്ട് കീപ് ടൈം, സമയം കൃത്യമായിട്ട് പറ്റാത്ത ഇല്ലാത്ത ഒരു വാച്ച്. എ പെൻ ദാറ്റ് വിൽ നോട്ട് റൈറ്റ്
എഴുതാൻ പറ്റാത്തൊരു പെൻ cannot be regarded as merchantable under such names. Condition as to quality or fitness. അപ്പോൾ താഴെ ഏതായാലും കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ആ പർപ്പസിന് റീസണബിളി ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കണം അവിടെ സെല് ചെയ്തിട്ടുള്ള ഗുഡ്സ്. There is an implied condition that the goods sold are reasonably fit for the purpose for which they are purchased for. ഇവിടെയുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The buyer makes known to the seller the specific purpose. ആ സ്പെസിഫിക് പർപ്പസ് എന്താണെന്നുള്ള സെല്ലറെ ബയർ അറിയിച്ചിട്ടുണ്ട്. The buyer relies on the judgment or skill of the seller. സെല്ലറുടെ സ്കില്ലിൽ ജഡ്ജ്മെൻറ്റിലൊക്കെ ആര് വിശ്വസിക്കുന്നുണ്ട്? ബയർ വിശ്വസിക്കുന്നുണ്ട്. അതായത് പറഞ്ഞ കാര്യത്തിന് മാച്ചായിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കും സെല്ലർ തരിക എന്നുള്ളൊരു വിശ്വാസം ബയർക്കുണ്ട്. പിന്നെ the seller happens to be a person whose course of business is to sell the goods to that description. ആ ഡിസ്ക്രിപ്ഷൻ ഏതാണോ അതിനനുസരിച്ച് ഗുഡ്സ് വിൽക്കുക എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന സെല്ലറാണ് എങ്കിൽ. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത് അതേ പർപ്പസിന് തന്നെ ആയിരിക്കണം ഗുഡ്സ് സെല് ഉണ്ടായിരിക്കേണ്ടത്. നല്ലൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ചെയ്യാവുന്നതാണ്, ക്യാൻസൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ റീപുഡിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം കണ്ടീഷൻ ആണെന്നുള്ളത് കൊണ്ടാണ് അത് ക്യാൻസലേഷൻ്റെ വക്കത്തേക്ക് എത്തുന്നത്. കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്. ഹോൾസംനെസ് മീൻസ് പ്രൊമോട്ടിങ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളതാണ്. ആരോഗ്യദായകമായ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഫുഡ് സ്റ്റഫ് ആൻഡ് പ്രൊവിഷൻസ്, അതായത് ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ കേസിൽ ഇൻ അഡീഷൻ ടു ദി ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു മർച്ചൻറ്റബിലിറ്റി വേണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. എന്തെങ്കിലും സാധനമായാൽ പോരാ, അത് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മർച്ചൻറ്റബിലിറ്റി എന്ന് പറയുന്ന ഇംപ്ലൈഡ് കണ്ടീഷന് പുറമേ എന്തും കൂടെ ഉണ്ട്. അനദർ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ്സ് ഷാൾ ബി ഹോൾസം. ഗുഡ്സ് ആരോഗ്യദായകമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ. ദെൻ ഇംപ്ലൈഡ് വാറണ്ടീസ്. വാറണ്ടി ഓഫ് ക്വയറ്റ് പൊസഷൻ. അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പൊസഷൻ ഉണ്ടാവുക എന്നുള്ളത്. In a contract of sale, there is an implied warranty that the buyer shall have and enjoy quiet possession of goods. ആ ഗുഡ്സിൻ്റെ പൂർണ്ണമായൊരു പൊസഷൻ ഉണ്ടായിരിക്കണം, അത് എൻജോയ് ചെയ്യാൻ ബയർക്ക് സാധിച്ചിരിക്കണം എന്നുള്ളൊരു ഇംപ്ലൈഡ് വാറണ്ടി അവിടെ ഉണ്ട്. If the buyer is in any way disturbed in the enjoyment of the goods in consequence of the seller's defective title, സെല്ലറുടെ ആ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ മൂലം അതിൻ്റെ അനന്തരഫലമായിട്ട് ആ ഗുഡ്സ് എൻജോയ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ബയർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ he has a right to sue the seller for damages. ഡാമേജസിന് വേണ്ടിയിട്ട് സെല്ലർക്കെതിരെ നമ്മുടെ ബയർക്ക് സ്യൂ ചെയ്യാവുന്നതാണ്. ദെൻ വാറണ്ടി ഓഫ് ഫ്രീഡം ഫ്രം എൻകംബറൻസ്. എന്ന് പറയുമ്പം എന്തെങ്കിലും ബാധ്യത, അപ്പോൾ എല്ലാ ഗുഡ്സ് എല്ലാത്തരം ബാധ്യതയിൽ നിന്നും ഫ്രീ ആയിട്ടുള്ളതായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. There is also an implied warranty that the goods are not subject to any charge or right in favor of a third party. ആ ഗുഡ്സിന് ഒരു തേർഡ് പാർട്ടിക്ക് അതിന്മേൽ എന്തെങ്കിലും ഒരു റൈറ്റോ അല്ലെങ്കിൽ ചാർജോ ഉണ്ടാവാൻ പാടില്ല. ഇഫ് എനി ചാർജ് ഓർ എൻകംബറൻസ് എക്സിസ്റ്റ്, അങ്ങനെ ഒരു ഏതെങ്കിലും തേർഡ് പാർട്ടിക്ക് അതിന്മേലൊരു അവകാശമോ മറ്റോ ബാധ്യത എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ബയർ ഷാൾ ഹാവ് എ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് ദിസ് വാറണ്ടി. ഈ പറഞ്ഞ വാറണ്ടി ബ്രീച്ച് ചെയ്തു എന്നുള്ള വകയിൽ ഡാമേജസ് എന്ത് ചെയ്യാവുന്നതാണ്? ക്ലെയിം ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ, എക്സ് അയാളുടെ കാറ് വൈക്ക് വിറ്റു. പക്ഷേ എക്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നേരത്തെ തന്നെ സെഡിൻ്റെ അടുത്ത് നിന്നും ലോണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെഡിന് ഈ ഒരു കാറ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു 3 മാസത്തിന് ശേഷമൊക്കെയാണ് വൈ ഈ ഒരു കാര്യം അറിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ബ്രീച്ച് ഓഫ് വാറണ്ടി സംഭവിച്ച മൂലം അവിടെ വൈക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ദെൻ വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ്. ആ കച്ചവടത്തിൻ്റെ രീതി അനുസരിച്ച്, തരം അനുസരിച്ചുള്ളൊരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റിനുണ്ടായിരിക്കണം. An implied warranty as to quality or fitness for a particular purpose may be fixed by the usage of trade. അതിൻ്റെ ആ ഒരു രീതി, തരം, അതിൻ്റെ ആ ഒരു കസ്റ്റമൊക്കെ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ പർപ്പസിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഫിറ്റ് ആവുന്ന അതിനനുസരിച്ച് ക്വാളിറ്റിയുള്ള ഗുഡ്സാണ് അവിടെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഇംപ്ലൈഡ് വാറണ്ടി അവിടെ നിലനിന്നേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എക്സ് വൈൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കോള് വാങ്ങിക്കുകയാണ്.
അതൊരു പർട്ടിക്കുലർ ക്വാളിറ്റിയുള്ള തരം കോൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. കച്ചവടത്തിൻ്റെ ആ ഒരു തരം അനുസരിച്ച്, ആ യൂസേജ് ഓഫ് ട്രേഡ് അനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് അത് ആ ഒരു കോള് ഫിറ്റ് ആയിരിക്കും എന്നുള്ളൊരു ഇംപ്ലൈഡ് വാറണ്ടി അവിടെ വൈയുടെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രീച്ച് വരികയാണെങ്കിൽ അവിടെ ഡാമേജ്, അല്ലെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് സ്യൂട്ട് ആവാതെ വരികയാണെങ്കിൽ അവിടെ ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ വാറണ്ടി ആസ് ടു ഡിസ്ക്ലോസ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ഗുഡ്സ്. അപകട രൂപത്തിലുള്ള ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലാതെ വരികയാണെങ്കിൽ അതൊരു വാറണ്ടി ബ്രീച്ച് ചെയ്ത പോലെയാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പം വേർ ദ ഗുഡ്സ് ആർ ഡേഞ്ചറസ് നേച്ചർ ആൻഡ് ദ ബയർ ഈസ് ഇഗ്നോറൻറ്റ് ദ ഡേഞ്ചർ. ഒരു ഡേഞ്ചറസ് നേച്ചറിലുള്ള ഗുഡ്സ് ആവുക, ബയർ അതിനെക്കുറിച്ച് അജ്ഞനാവുക, അറിവില്ലാത്ത ഒരാളാവുക. ഇൻ സച്ച് കേസ് ദർ ഈസ് ആൻ ഇംപ്ലൈഡ് വാറണ്ടി ദാറ്റ് ദ സെല്ലർ മസ്റ്റ് വാം ദ ബയർ ഓഫ് പ്രോബബിൾ ഡേഞ്ചർ. ഉണ്ടായേക്കാവുന്ന ഡേഞ്ചറിനെ കുറിച്ച് ബയ്യറെ സെല്ലർ തീർച്ചയായിട്ടും വാൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. വാണാണ്, എന്നാണ്, വാൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് ദ സെല്ലർ ഫെയിൽസ് ടു ഡു സോ, സെല്ലർ അങ്ങനെ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഹി വിൽ ബി ലയബിൾ ഫോർ ഡാമേജസ്. അയാൾ ഡാമേജസ് കൊടുക്കുന്നതിന് ലയബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ടിന്ന് ഡിസ്ഇൻഫെക്റ്റൻ്റ് പൗഡർ സിക്ക് വിൽക്കുകയാണ്. അപ്പോൾ സി അത് വളരെ അശ്രദ്ധമായിട്ട് തുറന്നു കഴിഞ്ഞാൽ അത് സീനെ ബാധിക്കും, അയാൾക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. പക്ഷേ അതിനെക്കുറിച്ച് ഒരു കാര്യം സീൻ്റെ അടുത്ത് പറഞ്ഞില്ല. സീക്കാണെങ്കിൽ ഇത് അറിയില്ല. അങ്ങനെ സി അത് ഓപ്പൺ ചെയ്തു, സിയുടെ കണ്ണുകളെയും മറ്റൊക്കെ അത് ബാധിച്ചു, ഇഞ്ചറി ഉണ്ടാക്കി എങ്കിൽ അയാൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഡാമേജ് ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് കൊടുക്കാൻ ബാധ്യസ്ഥനുമായിരിക്കും. ദെൻ ഡോക്ട്രിൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ. According to this doctrine, it is the duty of the buyer to be careful while purchasing the goods. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബയർ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് ബയറുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് he should satisfy himself. അയാൾ സ്വയം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം that the article which he buys is one which he wants. അയാൾക്ക് വേണ്ട സാധനം എന്താണോ അതുതന്നെയാണ് അയാൾ വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇൻ സിമ്പിൾ വേർഡ്സ്, ഇറ്റ് ഈസ് നോട്ട് ദ സെല്ലേഴ്സ് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഓൾ ദി ഡിഫക്ട്സ് ഓഫ് ദ ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ മുഴുവൻ ഡിഫക്റ്റും ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്ന ആരുടെ ഡ്യൂട്ടിയല്ല? സെല്ലറുടെ ഡ്യൂട്ടിയല്ല. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഐഡൻറ്റിഫൈ ബൈ സിമ്പിൾ ഇൻസ്പെക്ഷൻ, ചെറിയൊരു ഇൻസ്പെക്ഷനോട് കൂടി തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദ ബയർ ഈസ് വാണ്ടഡ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്. ബയർ അത് സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ദ സെല്ലർ മേ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഓൺലി ഇൻ കേസസ് വിച്ച് ഇൻവോൾവ് ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ ഗ്യാരണ്ടി ബൈ ദ സെല്ലർ. സെല്ലറുടെ ഒരു ഭാഗത്തുനിന്ന് ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മാത്രമേ ആര് റെസ്പോൺസിബിൾ ആവുള്ളൂ? സെല്ലർ റെസ്പോൺസിബിൾ ആവുള്ളൂ. അല്ലാത്ത പക്ഷമൊക്കെ ബയർ തന്നെ വേണ്ടത്ര കെയറോട് കൂടി സാധനങ്ങൾ വാങ്ങിച്ചിരിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിന് ഏതാനും എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ അല്ലാത്ത ഏതാനും സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. When the buyer expressly or by implication make known to the seller the particular purpose for which he requires the goods. എന്തിനാണോ അയാൾക്ക് ഗുഡ്സ് വേണ്ടത് ആ പർട്ടിക്കുലർ പർപ്പസിൻ്റെ കാര്യം സെല്ലർ അയാൾ അറിയിച്ചിട്ടുണ്ട്. എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി അത് ബയ്യറെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് റിലൈസ് ഓൺ ദി സെല്ലേഴ്സ് സ്കിൽ ഓർ ജഡ്ജ്മെൻറ്റ്. ആ സെല്ലറുടെ സ്കില്ലിനെയും ജഡ്ജ്മെൻറ്റിനെയും അയാൾ റിലൈ ചെയ്യുന്നുണ്ട്. ദ ഗുഡ്സ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ ദി ബയേഴ്സ് പർപ്പസ്. ഗുഡ്സ് തീർച്ചയായിട്ടും ബയറുടെ പർപ്പസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം. അത്തരം സന്ദർഭത്തിൽ ഡോക്ട്രിൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ എന്നുള്ളത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ബയറുടെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് സെല്ലർ അത് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. സെയിൽ അണ്ടർ പേറ്റന്റ് ഓർ ട്രേഡ് നെയിം. In the case of contract for the sale by a specified article under its patent or other trade name, there is an implied condition that the goods shall reasonably fit for any particular purpose. ഇപ്പം ഒരു പേറ്റന്റ് അല്ലെങ്കിൽ ട്രേഡ് നെയിം പ്രകാരമുള്ള ഒരു സ്പെസിഫൈഡ് ആർട്ടിക്കിൾ അത് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് ഫിറ്റ് ആയിട്ടുള്ളതായിരിക്കും എന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പർപ്പസ് വരുന്ന സമയത്ത് ആ സാധനം, ആ ഒരു പേരിലുള്ള സാധനം പോയി വാങ്ങിക്കുകയേ ചെയ്യേണ്ടതുള്ളൂ. അവിടെ പിന്നെ ഒരു ഫർദർ പിന്നെ പരിശോധനയുടെയും മറ്റൊരു ആവശ്യം ഒരു ബയറുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അപ്പോൾ ഒരു പേറ്റന്റ് പ്രകാരം, ഒരു ട്രേഡ് നെയിം പ്രകാരം ഒരു പർട്ടിക്കുലർ പർപ്പസിനെന്ന് പറഞ്ഞ് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അത് ആ ഒരു പർപ്പസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പ്രിൻസിപ്പിൾ അവിടെ അപ്ലിക്കബിൾ അല്ല. ദെൻ മർച്ചൻറ്റബിൾ ക്വാളിറ്റി. Where the goods are purchased by description from a seller who deals in goods such as description. ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഒരു സെല്ലറുടെ അടുത്ത് നിന്ന് ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് വെക്കുക. ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് സാധനങ്ങൾ വിൽക്കുന്ന
ഒരു സെല്ലറാണ്. അങ്ങനെയുള്ളൊരു സെല്ലറുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ എന്തും കൂടെ ഉണ്ടായിരിക്കണം, ദർ ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ് ഷാൾ ബി ഓഫ് മർച്ചൻറ്റബിൾ ക്വാളിറ്റി. ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു മർച്ചൻറ്റബിൾ ക്വാളിറ്റിയും കൂടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ അവിടെ നിർബന്ധമാണ്. അവിടെ അങ്ങനെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് മർച്ചൻറ്റബിൾ ക്വാളിറ്റി ഉള്ളതാണെന്ന് വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ബയർക്കില്ല. ദെൻ യൂസേജ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ ഒരു രീതി തരം അനുസരിച്ച് വേർ ദ ട്രേഡ് യൂസേജ് അറ്റാച്ചസ്, കച്ചവടത്തിൻ്റെ ഒരു തരം അനുസരിച്ച്, യൂസേജ് അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഗുഡ്സ്, അതിനനുസരിച്ച് ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ വന്ന് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കച്ചവടത്തിൻ്റെ തരം അനുസരിച്ച് അത്തരത്തിലുള്ള ഗുഡ്സ് മാത്രമേ അവിടെ കൈമാറ്റം ചെയ്യപ്പെടാറുണ്ടാവുള്ളൂ, കൈമാറ്റം ചെയ്യപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു കച്ചവടത്തിൻ്റെ തരം അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ പിന്നെ ബയർ പിന്നെ പ്രത്യേക ശ്രദ്ധാലു ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ അല്ല. കൺസെൻറ്റ് ബൈ ഫ്രോഡ്, ചതിയിലൂടെ മറ്റൊക്കെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, വേർ ദ കൺസെൻറ്റ് ഓഫ് ദ ബയർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ സെല്ലർ ബൈ ഫ്രോഡ്, വേർ ദ സെല്ലർ കൺസീൽസ് ദ ഡിഫക്റ്റ്, അവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ടുണ്ട്, വിച്ച് കുഡ് നോട്ട് ബി ഡിസ്കവേർഡ് ഓൺ എ റീസണബിൾ എക്സാമിനേഷൻ, ചെറിയൊരു തോതിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഡിഫക്റ്റ് ഒക്കെ മറച്ചു വെച്ച് വഞ്ചന സെല്ലർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലിക്കബിൾ അല്ല. സെയിൽ ബൈ സാമ്പിൾ, സാമ്പിൾ അനുസരിച്ചാണ് വിറ്റിരിക്കുന്നത്. സാമ്പിൾ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും അത് ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ബൾക്കായിട്ടുള്ള സാധനത്തിൽ പിന്നീടൊരു പരിശോധനയുടെ ആവശ്യം അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു റീസണബിൾ കെയറിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. വേർ ദ ഗുഡ്സ് ആർ ബോട്ട് ബൈ സാമ്പിൾ, ദ ഡോക്ട്രിൻ ഡസൻറ്റ് അപ്ലൈ ഇഫ് ദ ബൾക്ക് ഡസൻറ്റ് കറസ്പോണ്ട് വിത്ത് സാമ്പിൾ. Then misrepresentation, the doctrine of caveat emptor will not apply in cases where the seller makes a misrepresentation and the buyer relies on. Representation, അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുക, അതാണല്ലോ മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ സെല്ലർ ഇത് വിൽക്കുന്നത് എങ്കിലും ഇവിടെ ഡോക്ട്രിൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ ഒരു ആക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ടിൽ ദെൻ ബൈ.